ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ എന്താ ചൂലും കൊണ്ടൊക്കെ നിൽക്കുന്നതെന്നായിരിക്കും അല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പായലേവിട പൂപ്പലേവിട. ഇങ്ങനെ പായലൊക്കെ വരുമ്പോഴെല്ലാം നമ്മൾ മേടിക്കുന്നത് നമ്മുടെ നീറ്റ് കക്ക മേടിച്ചുകൊണ്ട് വന്നിട്ട് നീറ്റി എടുക്കുക. എന്നിട്ട് അതിൻ്റെ കുമ്മായമാണ് കണ്ണൻ ഇപ്പോൾ എറിഞ്ഞു പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ണൻ എറിഞ്ഞു പിടിപ്പിച്ച സാധനത്തിനെ മുഴുവൻ തേച്ച് ഇവിടെ എല്ലാം പിടിപ്പിച്ച് കഴുകി ക്ലീൻ ആക്കാവേ. എന്നിട്ട് വേണം നമ്മുടെ താരങ്ങളെയൊക്കെ കൊണ്ട് കൂട്ടിക്കെട്ടണ്ടേ. പശുക്കളുടെ എണ്ണം നേരത്തെ കൂടിയപ്പോൾ രണ്ടാമത് തറയിട്ടതാണ് ആ കാണുന്നത്. അപ്പോൾ അവിടെയോട്ട് വെള്ളമൊക്കെ ഒഴുകി അവിടെയൊക്കെ ഒരു ബ്ലോക്കായി ആകപ്പാടം മണ്ണൊക്കെ അടിഞ്ഞ്. അപ്പോൾ മൊത്തത്തിൽ അവിടെ എല്ലാം വൃത്തിയാക്കാം. ഏതായാലും ഇറങ്ങി തിരിച്ചതല്ലേ, മൊത്തം അങ്ങ് ക്ലീൻ ആക്കിയേക്കാം. ഒത്തിരി വെയിറ്റ് ആവും ഞാൻ വലിച്ചങ്ങോട്ട് ഇറങ്ങി നിന്ന് വലിക്കാം. അല്ല ഇതിനകത്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ താരങ്ങൾ ഇതാ പുല്ലൊക്കെ പറിച്ചു കൊടുത്ത് കൂട്ടിക്കയറ്റി. നമ്മുടെ രമണി, ചിന്തു, നമ്മുടെ മീൻ താരം, എൻ്റെ അപ്പാ നമ്മുടെ കേശക്കൂട്ടന് ഭയങ്കര ദേഷ്യമൊക്കെ കേട്ടോ. കുറച്ചേറെ ഇങ്ങനെ കൂന കൂടി ഇങ്ങനെ മണ്ണിരിക്കുന്നു, അതിൻ്റെ മണ്ടയിൽ കൂടെ പുല്ല് കിടക്കുക. അതേലോട്ട് അഴിച്ചു വിട്ടത് ഓടിപ്പോയിട്ട് കൊമ്പിട്ട് കുത്തി കൊമ്പേ വഴി മണ്ണും ആ പുല്ലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണണമായിരുന്നു ചെറുക്കനെ. മാളുവിൻ്റെ പാലൊക്കെ കുടിച്ച് മണിക്കുട്ടൻ ഓടി മഴയത്തൂടൊക്കെ നടക്കുമായിരുന്നു. എന്നിട്ട് കേശുവിൻ്റെ അടുക്ക ചെന്നപ്പോഴോ കേശു ഒരു സൈഡ് ചെരിച്ച് കൊമ്പിന് പൊക്കി ഒറ്റ പൊക്കായിരുന്നു. മണിക്കൂടെ ഒറ്റ കാർച്ചയും കാരണമുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ നിലത്ത് വന്നു. എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയത്തില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം കേശു. അയ്യോ, ഇവരെയൊക്കെ കാണുമ്പോഴേ നമ്മുടെ ജൂലിയെയും ജിബ്രുവിനെയും അർജുനൊക്കെ വരുമ്പോഴത്തേന് അർജുനോട് അത്ര കുഴപ്പം കണ്ടിട്ടില്ല. പക്ഷേ മറ്റവരോട് രണ്ടുപേരോടും നല്ല വഴക്കാണ് കേശുവിന്. കേശുവിൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് അറിയത്തില്ല. കേശു എപ്പോഴും ഒരു സാമട്ടി ഇങ്ങനെ നിൽക്കും. നിന്ന നിപ്പിൽ ഓടി ഒരു വിരവ് ഇങ്ങനെ കുനിഞ്ഞു കൊമ്പൊക്കെ വെച്ച് വരുന്നതും കാണാം. ഓടി രക്ഷപ്പെട്ടണം. അപ്പം എന്താണെന്ന് പറഞ്ഞാലും കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് അങ്ങനെ ഒരു അനുഭവം വന്നേ പിന്നെ ഞാൻ ഇച്ചിരി മാറിയൊക്കെയാണ് നിൽക്കുന്നത് കേശുക്കുട്ടൻ്റെ എടുക്കുകയെന്ന്. എന്നാലും നമുക്ക് അവരോട് ഭയങ്കര ഒരു സ്നേഹമാണ്. കണ്ണനാണ് എന്തൊക്കെയോ കേശുവിൻ്റെ കഴുത്തിടണമെന്നോ, ഞാൻ പറഞ്ഞ നമുക്ക് മണി മാത്രം മേടിച്ചിടാമെന്ന്. അപ്പോൾ അവനത് പറ്റത്തില്ല. എന്തൊക്കെയോ കഴുത്തിലിടാൻ മേടിക്കണമെന്നോ ശനിയാഴ്ച പോകണമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കേശുവിനെ നല്ല ഇതാക്കി എടുക്കണമെന്നൊക്കെ. ചിന്തുവും നമ്മുടെ രമണിയും നമ്മളുമായിട്ട് ഏകദേശം ഇങ്ങനെ ഇണക്കമായിട്ട് വന്നേ. രമണിക്ക് 7 വരെയുണ്ട് കൊമ്പയിൽ. 7 കുട്ടികളുണ്ടായിട്ടുണ്ട്. ചിന്തുക്കുട്ടി നിൽക്കുന്നത് കണ്ടോ, പാവം അവള്. ദാ നമ്മുടെ രമണി ആദ്യം ഓമനയും നിട്ടിപ്പതാ രമണി. 7 ഈ ഇതൊക്കെ എണ്ണി നോക്കിയിട്ടാണ് കണ്ണൻ അങ്ങനെ ആക്കിയത്. ഓമന വേണ്ട, നമുക്ക് രമണി എന്ന് തന്നെ വിളിക്കാം, അവൾക്ക് ചേരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ രമണി. ഇതാണ് നമ്മുടെ മാളുക്കുട്ടി ഉണ്ടല്ലോ. ഇവരുടെയൊക്കെ കൂടെ നിൽക്കുമ്പോൾ ഇച്ചിരി ആളുണ്ടല്ലോ. അപ്പോൾ മാളുവിൻ്റെ വിചാരം അവളാ വലിയ ചേച്ചി എന്നുള്ള രീതിയിലാണ് നിപ്പ്. എന്നിട്ടോ നമ്മൾ ഇറക്കി കെട്ടുമ്പോഴൊക്കെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴത്തേന് സ്വന്തം കുഞ്ഞിനെ മൂളി വിളിക്കുകയല്ലേ. എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞ് മൂളി വിളിക്കുന്ന കേൾക്കണം. ഇവരോട് അങ്ങോട്ട് പോകണ്ട, അല്ല അവിടെ നിൽക്കുന്നെന്തോ ആയിരിക്കും. അതുപോലെ അവളുടെ മോൻ ഓടുമ്പോഴും അവൾ വിളിക്കുന്നത് അതുപോലെ തന്നെ. ഇപ്പം ഇവരുടെ എല്ലാം ചേച്ചിയല്ല ചേച്ചിയമ്മയായിട്ട് നിൽക്കുക. അങ്ങനെ ഇവരൊക്കെ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് പോകാം. ഞാൻ ദീപായുടെ അടുക്ക കടയിൽ ചെന്നായിരുന്നു, ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു കുറച്ച് സാധനം ഒന്ന് അപ്പുറം ക്യാൻറ്റീനിലോട്ടൊന്ന് എത്തിക്കാവോ എന്ന് ചോദിച്ചു. ഓട്ടോയൊക്കെ വിളിച്ചിട്ട് വരുന്നില്ല, കാലാവസ്ഥയുടെ ഇതും കൊണ്ടായിരിക്കാം, മൊത്തം തിരക്കാണ് എല്ലാവരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് സാധനമൊക്കെ കൊണ്ട് അങ്ങോട്ട് കൊടുക്കാനായിട്ട് പോയതാണ്.
ഇത് നമ്മുടെ അശോകൻ ചേട്ടനാണ് പകൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്നോ കുറച്ച് കരി എൻ്റെ കയ്യെ പറ്റിയല്ലോ. രാവിലത്തെ കഷ്ടപ്പാടെല്ലാം കുറച്ച് കോഴി മേടിച്ചങ്ങ് തീർക്കാന്ന് കണ്ട് കോഴി മേടിക്കാനായിട്ട് വന്നതാണ്. ആ കോഴിയുടെ കരച്ചിലിന് ഉത്തരവാദി ഞാനാണ് കേട്ടോ. പേനൊന്നും ചെറിയതല്ല കേട്ടോ, നമ്മളത്തെ കരി പോയിട്ടില്ല, ഇപ്പോഴും കയ്യെ നോക്കിയിട്ടേ. ഇവിടെ നിന്നാണ് 5.5 വർഷവും നമ്മൾ പാല് പായ്ക്ക് ചെയ്യാനുള്ള കവർ മേടിച്ചുകൊണ്ടിരുന്നത്. ഇതാ ഇവിടെ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു. ഇതുപോലുള്ള ബോട്ടിലുകളൊന്നും നേരത്തെ അവിടെ ഇല്ലായിരുന്നേ. ഞാൻ 1 വർഷം കൂടി എങ്ങോട്ട് വരുന്നത് വന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. സത്യം പറയണ എന്താ, ഈ കുപ്പികള കമ്മലൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. തുണിക്കടയിലൊക്കെ പോയി ഞാൻ ഡീസൻ്റ് കേട്ടോ. ഞാൻ പറയും ചേച്ചി ഏതാന്ന് വെച്ചാൽ ഞാൻ കളറ് പറയാം, അത് മാത്രം എടുത്തിട്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ എടുക്കാറുള്ളൂ കേട്ടോ. ഇത് നല്ലൊരു ബോട്ടിൽ ലോക്കൊക്കെ ഉള്ള, ഇതിന്ന് എണ്ണ താഴെ പോകത്തേയില്ല. 40 രൂപയുള്ള മുറുകി എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും നമുക്ക് മുറുക്കി അടച്ചുകൊണ്ട് പോകാനൊക്കെ കൊള്ളാം. ഇതാണ് ഈ കടയുടെ ഓണറെ. ഈ ചേട്ടൻ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ കുറേയേറെ കവർ നമ്മളങ്ങ് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. എന്നിട്ടുണ്ടല്ലോ തീരുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കുകയില്ല, രാത്രിയിലെടുത്ത് നോക്കും രാവിലെ കവർ ഇരിപ്പുണ്ടോ എന്നേ. അപ്പോൾ എണ്ണി നോക്കുമ്പോൾ തികയാതെ വരുമ്പോൾ രാത്രി ഈ ചേട്ടനെ വിളിക്കും, പറയും നമ്മുടെ ഗോഡൗണിൽ ഇരിപ്പുണ്ട്, വീട്ടിലോട്ട് പോരെന്നൊക്കെ പറയും. അങ്ങനെ നമ്മളുമായിട്ട് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്ന ചേട്ടനായത് കേട്ടോ. ഈ കവർ തീരുന്ന കാര്യം പറഞ്ഞ പോലെ ഗ്യാസിൻ്റെ കാര്യം, ഗ്യാസ് എടുക്കും തീർന്നു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് എടുക്കുന്നത്. എന്നിട്ട് വണ്ടി ഓടിച്ചിട്ട് പിടിച്ചൊക്കെയാണ് നമ്മുടെ ഗ്യാസ് എടുക്കുക, ബുക്ക് ചെയ്തിട്ട് പിന്നെ പോവും. വണ്ടി ഏത് റൂട്ടിലാണോ വിളിച്ച് വെച്ചിട്ട് ആ റൂട്ടിൽ കൂടെ ഒക്കെ പോകും. എന്നിട്ട് ഞാൻ വന്നിട്ട് പറയും എന്ത് വന്നെന്ന് പറഞ്ഞാലും അടുത്ത ഒരു കുറ്റിയും കൂടെ ഉടനെ നിറച്ച് വെക്കണം, എന്നിട്ടേ ഉള്ളൂ, ഇനി ഇങ്ങനെ വേണ്ടാന്നൊക്കെ പറയും. ആ ഒരാഴ്ച ആ ഒരു മൂഡിലായിരിക്കും. പിന്നെ അതങ്ങ് വിട്ടുപോകും. അടുത്തത് തീരുമ്പോഴവർക്ക് ദിവസവും എടുത്ത് വെച്ചില്ലായിരുന്നു അല്ലേന്ന്. അനിയത്തേക്ക് ഓണത്തിന് സദ്യ കൊടുക്കാനുള്ള പാക്കിങ് സാധനങ്ങളെല്ലാം വന്നെടുക്കുന്ന ഇവിടെ നിന്നാണ്. ഇത് നോക്കിയാൽ ബിരിയാണിയുടെ ഒരു പുതിയ ഐറ്റം വന്നേക്കുന്നത്. പുതിയതെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന, ഞാനിപ്പോഴല്ലേ ഇതൊക്കെ കാണുന്നത്. നോക്കിയ ബോട്ടിലുകളൊക്കെ എന്താ ഭംഗിയായിട്ടായിരിക്കുന്നതെന്ന്. എനിക്ക് ഒരിടയ്ക്ക് ഭയങ്കര പ്രാന്തായിരുന്നു. പല ഐറ്റങ്ങളും പല ബോട്ടിൽ ഇങ്ങനെ നല്ല ഷേപ്പുള്ളതൊക്കെ മേടിച്ചിടുമായിരുന്നു. അപ്പോൾ പിന്നെ കുറേ അങ്ങ് നിറഞ്ഞത് തന്നെയല്ല, നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കാൻ നേരത്ത് ഒരു കറിവയൊക്കെ കഴിയുമ്പോഴത്തേനും നിറച്ചവിടൊക്കെ കാണും. പിന്നെ ഞാനെല്ലാം മാറ്റി ഇപ്പോൾ ഒരു റൗണ്ട് സെറ്റ് മേടിച്ച് അതിൻ്റെ അകത്ത് എല്ലാ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് വെച്ചേക്കുക. നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിലുകളാണ്, വിലക്കുറവും ഉണ്ട്. അതായത് വിലയോ തുച്ഛം ഗുണവോ മെച്ചം അല്ലേ. നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയായിട്ടിരിക്കുന്നല്ലേ. അപ്പോൾ ശരി ഗായ്സ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബായ്.